മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് മോളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നാണം കെടുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക, ഇൻസൾട്ടഡ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് 4 നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. ആ നാണമൊക്കെ എനിക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾ എന്നെ നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ത്രെറ്റനിങ് കോൾസ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുന്നു വിചാരിക്കേണ്ട. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയിട്ട അവസ്ഥയിൽ നിന്നാണ് കയറി വരുന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻറ്റ് ഇടുക. നിങ്ങൾ എത്ര നാണം കെടുത്തിയാലും, എത്ര നാണം കെടുത്തിയാലും ഞാൻ വീഡിയോ ഇടാൻ പോകണമെന്ന് നിർത്തുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എന്തിനാണ് എടുത്തിട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലിസബത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. നേരത്തെ തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ വീഡിയോസൊക്കെ അത്യാവശ്യം എല്ലാം നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴെനിക്ക് പലപ്പോഴും തോന്നിയൊരു സംശയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇവർക്ക് എങ്ങനെ ഒരു ഡോക്ടർ ആവാൻ കഴിയുമെന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ ധരിപ്പിക്കാനുള്ളൊരു കഴിവ് വേണം. അതിന് ഭയങ്കര വളവുകളാണെന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ കേട്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. പക്ഷേ എലിസബത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പല വീഡിയോസ് നോക്കുന്ന സമയത്ത് അവരുടെ സംസാരം പോലും മുറിഞ്ഞാണ്, പലതും കൺവേ ആവുന്നില്ല എന്നൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. പല വീഡിയോസിലും ഇവരെന്താണ് ഈ പറയുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ കാണുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് കുറച്ച് നാൾ മുന്നേ തന്നെ അവർ അത്യാവശ്യം ബെറ്ററായി വരുന്ന കണക്കൊരു എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. നേരത്തെ പോലല്ല, അത്യാവശ്യം നല്ല രീതിക്ക് കാര്യങ്ങളെ ഭയങ്കരമായിട്ടല്ലെങ്കിലും അവർ പറയുന്നതിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ ഒരു അർത്ഥതലമൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അതൊരു മച്ച് ബെറ്റർ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു ഫീലിംഗ് അതാണ് തോന്നിയത്. നല്ല രീതിക്ക് സംസാരിക്കാൻ, കൺവേ ചെയ്യാനുള്ളൊരു സംഭവം അവർക്ക് ഒരു പക്ഷേ പണ്ട് ഇവരിങ്ങനെ ആയിരുന്നിരിക്കണം. ഈ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു സ്ട്രഗ്ലിങ് ടൈം ആയിരിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ചില ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും, അതായത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്, നല്ല എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല എന്താ പറയുന്നത് ഈ സ്കിൻ ടോണൊക്കെ നല്ല രീതിക്കുള്ളതായിരിക്കും. പക്ഷെ ഭയങ്കര ഒരു സ്ട്രഗിളിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് തന്നെ നശിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിൻ ടോണ് ഇതെല്ലാം മാറിപ്പോവും. നമ്മളെ ഹെൽത്ത് ഫുള്ള് നശിക്കും. നമ്മൾ മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും, അസുഖം, അത് ഇത്, നമ്മൾ സംസാരത്തിൽ എല്ലാത്തിലും ഭയങ്കര ഇതുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നോ എന്നല്ല, അങ്ങനെ ആയിരുന്നു അവരെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് കൃത്യമായിട്ട് ഇപ്പോൾ അവർ ഒരുപാട് മുന്നോട്ട് വന്നു എന്ന് തോന്നിയൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അവരിതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് കുറച്ചധികം ഭീഷണി കോളുകളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് എന്താ പറയുന്നത് വീഡിയോ ചെയ്യരുത് എന്നുള്ള രീതിക്കൊക്കെ സംഭവം വരുന്നുണ്ട് എന്നൊക്കെ വരുന്നുണ്ട്. അതാരാണ് എന്താണെന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താവും ഇപ്പോഴത്തെ ഭാര്യയും കൂടെ ചേർന്ന് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിൽ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അതിനകത്തൊരു സ്ത്രീയെക്കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മേ ബി ചിലപ്പോൾ ഇവരാവാം, അതല്ലെങ്കിൽ മുമ്പത്തെ ആ ലേഡി ആവാം, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സിംഗറാണ്. അപ്പം പക്ഷേ എന്തു പറയുന്നത് നമ്മൾ പറയത്തില്ലേ, ഇനി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറയുന്ന കണക്ക് ഒരുമാതിരി ബ്ലാക്ക് മെയിലിൻ്റെ ടോണിലൊക്കെയാണ് രണ്ടുപേരും സംസാരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ആ ലേഡി പറയുവാണെങ്കിൽ
ഉറപ്പായിട്ടും അവരുടെ ഫോട്ടോസ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, പുറത്ത് വിടും എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നത് ഒന്നീ എലിസബത്തിനെ ആയിരിക്കാം, അതല്ലെങ്കിൽ അതിന് മുന്നത്തെ ഭാര്യനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അമൃത സുരേഷ് ഇതിൽ നിന്നൊക്കെ മാറി മറ്റൊരു ജീവിതമായിട്ട് നേരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എലിസബത്തിൻ്റെ സംസാരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലെങ്കിലും അവർ ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നതിനെ ഇയാൾക്ക് ഓപ്പോസിറ്റായിട്ട് അടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എലിസബത്ത് കുറേയൊക്കെ ഓപ്പണായി വരുന്ന സമയത്ത് ആൾക്കാർക്ക് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടി ഏത് സിറ്റുവേഷനിലായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് മേ ബി അത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം വയ്ക്കുന്നതെന്ന് പറഞ്ഞത്. എന്തായാലും ഭീഷണിയുടെ ഒരു സ്വരം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഭാര്യനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ നടന്ന സമയത്ത് ഇവളൊരു ഡോക്ടറൊന്നുമല്ല, കുത്താൻ കൃത്യമായിട്ട് അറിയാം മനുഷ്യന്. ഡോക്ടറൊന്നുമല്ല, മഞ്ഞ ഗുളിക കാണുമ്പോൾ നീല ഗുളിക ഈ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൾക്ക് തരാനറിയാം. ആ ഒരു കഴിവുണ്ട്, എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് മുന്നും എലിസബത്തിനെ കുറിച്ചും ഇതൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ എലിസബത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് ആദ്യം ഇരുന്നു. എലിസബത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് എലിസബത്ത് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് അവർ ജോലിക്ക് പോലും പോകാതെ ഇയാളെ വീട്ടിലിരുന്ന് നോക്കുന്ന ലീവ് ടൈമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിടുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നതാണ് ഏറ്റവും ഭാഗ്യം ചെന്ന ആളാണ് എന്നൊക്കെ രീതിക്കൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിന് മുന്നുണ്ടായിരുന്ന ഭാര്യനെ കുറിച്ചായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഈ ഭാര്യയിലേക്ക് വരുന്ന സമയത്ത് എലിസബത്ത് ആയിരിക്കുമല്ലോ ഓൾറെഡി, കാരണം ആ ഡോക്ടർ അല്ല എന്നുള്ള കുത്തു വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം ഈ മനുഷ്യൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്, മറ്റൊരാൾക്കും കുറ്റമൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കുന്ന വ്യക്തിയാണ്, ഇപ്പോഴത്തെ ഭാര്യ ഭയങ്കരമായിട്ട് എല്ലാവരെയും സഹായിക്കണമെന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അയാൾ ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന് മുന്നേ അയാളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ആൾക്കാരെ അറിഞ്ഞോ അറിയാതെ അയാൾ ഈ കുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്? അതെന്തിനു വേണ്ടി മാത്രം മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് എലിസബത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ കാണും. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് കൂടുതലും ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് നമ്മൾ അതിൽ ഭ്രാന്തമായിട്ട് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടായി പോകും. അതാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. അതിൻ്റെ തന്നെയാണ് പല സിറ്റുവേഷനെ കുറിച്ചും അവർ തന്നെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ വ്യക്തമാക്കി പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. ഇപ്പോൾ അവർക്കത് ബോധ്യമായതുകൊണ്ട്. പക്ഷേ അവർ തന്നെ ആ സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കത് മനസ്സിലായില്ല. അവർ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു. കാരണം അത്രയധികം മാനിപ്പുലേറ്റ് ചെയ്ത് കഥകൾ ഉണ്ടാക്കാനും, കാരണം ഇവരുടെ വീഡിയോസിനകത്ത് ഇവർ ഭയങ്കര സ്നേഹത്തോടെയാണ് പറയുന്നത്, എൻ്റെ ഭർത്താവ് ആർക്ക് വേണമെങ്കിലും പറ്റിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ്, അത്രയധികം വിശ്വസിച്ച് പോകുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പം അത്രയധികം മാനിപ്പുലേഷൻസ് നടത്തി ആ വ്യക്തിയെ അത്രയും തരത്തിലേക്ക് വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ട് കഥകൾ എത്തിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഇന്ന് തിരിച്ച് ഇതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും, എത്രമാത്രം കാര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുള്ളത് ഉള്ള ഓരോ വീഡിയോസും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നതാണ് കാണാൻ തോന്നുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. എല്ലാം അയാളുടെ ഒരു ഔദാര്യം പോലെ, അയാൾ കൂടുതലായിട്ട് എന്തോ ഒരു സംഭവമാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത്. എന്നാ നീ പിടിച്ചോ, എൻ്റെ സ്നേഹം നീ വിട്ടോ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് ഒരുമാതിരി ആധിപത്യത്തിൻ്റെ സ്വഭാവമാണ്. അതിലപ്പുറത്തേക്ക് എല്ലാം അയാളുടെ അടിയറവിന് കീഴിൽ കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ്. അതിലപ്പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും ഒരു പക്ഷേ വേറൊരാളെ തേടി പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് പോകണം എന്ന് തോന്നുന്നത്. അത് ഏത് ടൈപ്പാണ്, എന്ത് തരമാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും എലിസബത്തിൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് അവരായി വന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, ഒരു സ്ത്രീ എന്ന തരത്തിൽ അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇനി പുതിയ ഭാര്യയുടെ പദ്ധതി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങാമെന്നൊക്കെ പറയുന്നൊരു സംഭവത്തിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഇതൊക്കെയാണ് കണക്ട് ചെയ്യാൻ തോന്നിയത്. കാരണം നമ്മുടെ ഈ പറയുന്ന എലിസബത്ത് ഒരു ഡോക്ടറാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും എത്രത്തോളം നല്ല മനസ്സാണ്, ചാരിറ്റി സ്വഭാവമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്നൊക്കെ ഏകദേശം ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തൊക്കെ ഇനി മറ്റൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ എത്ര പണം ചിലവാക്കിയ ആൾക്കാരൊക്കെ എത്ര ദാനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാളുടെയെങ്കിലും മനസ്സറിഞ്ഞൊരു കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പം 99% നമ്മൾ നല്ലത് മാത്രമേ ചെയ്തിട്ടുണ്ടെങ്കിലും ആ 1% ഈ തെറ്റായിട്ടുള്ള കാര്യത്തിൽ ഈ നല്ലതായിട്ട് ചെയ്തിരിക്കുന്ന 99% വെന്തുരുകി പോവും. ഇത് മനസ്സിലാക്കാത്തത് എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ മലയാളം അറിയാത്തതിൻ്റെ കുഴപ്പമായിരിക്കും.